ഇന്ന് ഫേസ് ടു ഫേസിൽ നമ്മുടെ അതിഥിയായി എത്തിയിരിക്കുന്നത് ഒരു രാജാവാണ്. നിങ്ങൾ വിചാരിക്കും, ഇന്ത്യയിൽ രാജഭരണം അവസാനിച്ചിട്ട് നാളുകളായില്ലേ, വർഷങ്ങളായില്ലേ, പതിറ്റാണ്ടുകളായില്ലേ എന്ന്. പക്ഷേ ഇന്നും അധികാരത്തിലിരിക്കുന്ന ഒരു രാജാവുണ്ട്. കോവിൽമലയുടെ രാജാവായ രാമൻ രാജമന്നാൻ. അദ്ദേഹം കേരളത്തിലെ പ്രബലമായ ഒരു ആദിവാസി വിഭാഗത്തിൻ്റെ രാജാവാണ്. അദ്ദേഹത്തിൻ്റെ വിശേഷങ്ങൾ, കഥകൾ, ആ രാജവംശത്തിൻ്റെ കഥകൾ ഒക്കെ നമുക്ക് കേൾക്കാം. നമസ്കാരം. നമസ്കാരം. രാജാവിന് അധികാരമുള്ള രാജ്യത്തിൻ്റെ പേരെന്താണ് ശരിക്കും? ഞങ്ങളുടെ സംവിധാനത്തിനായിട്ടൊരു പ്രത്യേക പേരുകളുണ്ട്. അതിനെ 1000 പെരുകുട എന്ന് പറയും. അതോടൊപ്പം തന്നെ മലനാട്ടുമല എന്ന് പറയുന്ന ഒരു ദേശമുണ്ടാവും. കൂടാതെ തെക്കോട് എന്ന് പറയുന്ന ദേശം. ഇങ്ങനെ 3 ദേശമായിട്ടായിരിക്കും ഈ രാജഭരണത്തിൻ്റെ അധികാര പരിധിയെ തിരിക്കുന്നത്. അപ്പോൾ 1000 പെരുങ്കുടലായിരിക്കും രാജാവിൻ്റെ പ്രധാന ഭരണപ്രദേശം. തെക്ക് ദേശത്തേക്ക് വേറൊരു ഉപരാജാവ് ഉണ്ടാവും, വടക്ക് ദേശത്തേക്ക് വേറൊരു ഉപരാജാവ് ഉണ്ടാവും. അങ്ങനെയാണ് ഇതിൻ്റെ അധികാര കേന്ദ്രങ്ങൾ നിലകൊള്ളുന്നത്. അപ്പോൾ രാജാവ് ഉണ്ടായിരിക്കുന്നത് ഏത് സ്ഥലത്താണ്? 1000 പെരുങ്കുടയിലാണ്. 1000 പെരുങ്കുടയുടെ ഭാഗമാണോ ഈ പറഞ്ഞ കോവിൽമല? കോവിൽമല സ്ഥിതി ചെയ്യുന്നത് 1000 പെരുങ്കുടയിലാണ്. ഇടുക്കി ചെറുതോണി മുതൽ കട്ടപ്പന കഴിഞ്ഞ് ഉടുമ്പൻചോല മേഖലകളിലേക്കായിരിക്കും ഇതിൻ്റെ ഈ ദേശത്തിൻ്റെ ഒരു കിടപ്പ് ഉണ്ടാവുക. ഇത് ഏത് ഗോത്രത്തിൻ്റെയാണ് ശരിക്കും രാജാവായിട്ട് തിരഞ്ഞെടുക്കപ്പെടുന്നത്? ഞങ്ങളുടെ സമുദായത്തിൻ്റെ പേര് മന്നാൻ എന്നൊരു സമൂഹം. മന്നാൻ എന്ന് വെച്ചാൽ മന്നൻ എന്ന തമിഴ് പദത്തിൽ നിന്നും പരിവർത്തനമായ ഒരു പദമാണ്. മന്നൻ എന്ന് പറഞ്ഞാൽ രാജാവ് എന്നല്ല, രാജാവ് എന്ന ഒരു അർത്ഥം തന്നെ. രാജാവെന്ന പദവിയും അതിൻ്റെ ഒരു ഘടകവും ഇതിനകത്തുള്ളത് കൊണ്ട് തന്നെയാണ് ഈ സമൂഹത്തെ മന്നാൻ എന്ന് അറിയപ്പെടുന്നത്. ഈ കേരളത്തിൻ്റെ ഏതൊക്കെ ഭാഗത്താണ് ഈ മന്നാൻ സമുദായം ഉള്ളത്? മന്നാൻ സമുദായം നിലവിലുള്ളത് ഇടുക്കി ജില്ലയിൽ ഏറ്റവും കൂടുതലും. അതോടൊപ്പം എറണാകുളം ജില്ലയിൽ കുട്ടമ്പുഴയിൽ ഒരു സെറ്റിൽമെൻ്റ് ഉണ്ട്. തൃശ്ശൂർ ജില്ലയിൽ കപ്പായം എന്ന് പറയുന്ന പ്രദേശത്ത് ഒരു സെറ്റിൽമെൻ്റ് ഉണ്ട്. ശരിക്കും രാജ പദവി ഗോത്ര സമൂഹം തരുന്നു. പക്ഷേ ഇത് ഗവൺമെൻറ് ഇങ്ങനെ ഒരു പദവി അംഗീകരിക്കുന്നുണ്ടോ? രാജാവായ ഒരു പരിഗണന, ഒരു ബഹുമാനം, ഒരു ആദരവെല്ലാം ഈ ഒരു പദവിയോട് അവർ കാണിക്കാറുണ്ട്. ഏതൊരു ഗവൺമെൻറ് വന്നാലും മുൻകാലങ്ങൾ മുതൽ തന്നെ അങ്ങനെ ഒരു പ്രവണത ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുണ്ട്. അതേസമയം റെക്കോർഡിക്കലായി അങ്ങനെ ഒരു പദവി ഗവൺമെൻറ് തന്നിട്ടില്ല. അങ്ങനെ തരാനുള്ള സാധ്യതയുമില്ല. ജനാധിപത്യ ഒരു ഭരണ സംവിധാനത്തിലാണല്ലോ നമ്മൾ ജീവിക്കുന്നത്. എന്നാലും ഇതൊരു ഗോത്രത്തിൻ്റെ ഭാഗമായതുകൊണ്ട് തന്നെ അതിനെ അംഗീകരിച്ചുകൊണ്ട് തന്നെ ഗവൺമെൻറ് മുന്നിലേക്ക് പോകുന്നുണ്ട്. പ്രത്യേകിച്ച് ആനുകൂല്യങ്ങളോ എന്തെങ്കിലും ബെനിഫിറ്റ്സോ അങ്ങനെയൊന്നുമില്ല. നിലവിൽ അങ്ങനെ ഒന്നുമില്ല. രാജാവിനോ അല്ലെങ്കിൽ ഈ ഒരു രാജവാഴ്ചയ്ക്കോ ആയിട്ട് ഇതിൻ്റെ തനതായ സംസ്കാരത്തെയോ മറ്റോ പരിപോഷിപ്പിക്കാൻ പാകത്തിനുള്ള യാതൊരുവിധ ആനുകൂല്യങ്ങളും ഇല്ല, ഒന്നും കിട്ടുന്നില്ല. മന്നാൻ സമുദായത്തിൻ്റെ രാജാവായി അധികാരം ഏൽക്കുന്നത് എന്നാണ്? എന്നെ രാജാവായി വാഴിക്കുന്നത് 2012 മാർച്ച് 4-ാം തീയതി ആയിരുന്നു. ഓ ശരി. അതിനു മുമ്പ് ഒരു അമ്മാവനായിരുന്നു അല്ലേ? അതിന് തൊട്ട് മുമ്പ് എൻ്റെ കുഞ്ഞമ്മയുടെ മോൻ എൻ്റെ ജ്യേഷ്ഠനായിരുന്നു അതിന് തൊട്ട് മുമ്പ് രാജാവായിരുന്നത്. അതിന് മുമ്പ് ഞങ്ങളുടെ അമ്മാവനായിരുന്നു 2007 വരെ. ശരിക്കും ഇത് മരുമക്കത്തായ സമ്പ്രദായമാണ്. മന്നാൻ സമുദായത്തിൽ തന്നെ ഒരുപാട് ഉപജാതികളുണ്ടാവും. അതിൽ രാജകുടുംബമായി നിലനിൽക്കുന്ന ഒരു ഉപജാതിയിൽപ്പെട്ടവരാണ് ഞങ്ങൾ. അപ്പോൾ ആ ഉപജാതിയിലുള്ളവർക്കെല്ലാം അമ്മ വഴിയായിരിക്കും ഈ ഉപജാതികൾ കൈമാറി വരിക. അതുകൊണ്ടാണ് മരുമക്കത്തായ സമ്പ്രദായം എന്ന് പറയുന്നത്. അപ്പം അമ്മാവൻ്റെ കാലശേഷം സഹോദരിമാരുടെ മക്കളായ ഞാനും എൻ്റെ ജ്യേഷ്ഠനുമായിരുന്നു അടുത്ത അവകാശികളായിട്ടുണ്ടായിരുന്നത്. അതിൽ ജ്യേഷ്ഠനായ അരിയാൻ രാജമന്നാനായിരുന്നു 2007 തന്നെ സ്ഥാനാരോഹണം ചെയ്തത്. അതിനുശേഷം ഒരു 4 വർഷത്തിനുള്ളിൽ 2011 അദ്ദേഹം മരണപ്പെടുകയുണ്ടായി. അതിനുശേഷമാണ് പിന്നീട് വന്ന എന്നെ അവർ പരിഗണിച്ചത്. കാരണം ഞങ്ങളുടെ സഹോദരിമാരുടെ മക്കൾക്ക് ഈ ഒരു പദവി കൈകാര്യം ചെയ്തു പോകാനുള്ള പ്രായമില്ല എന്നുള്ള ഒരു കാരണം കൊണ്ട് എന്നെ പരിഗണിക്കുകയായിരുന്നു. എത്ര അംഗങ്ങളുണ്ടാവും ഈ സമുദായത്തിൽ മൊത്തത്തിൽ? മന്നാൻ സമുദായത്തിൽ 46ഓളം ഊരുകളുണ്ട്. ഈ പറയുന്ന എറണാകുളം, തൃശ്ശൂർ, ഇടുക്കി ഈ 3 ജില്ലകളെ കേന്ദ്രീകരിച്ച് 46 ഊരുകളോളം ഉണ്ട്. അതിൽ 3000-ഓളം കുടുംബങ്ങളായിട്ടാണ് മന്നാൻ സമൂഹം ജീവിക്കുന്നത്. എല്ലാവരും ഇപ്പം പലവിധ മേഖലകളിൽ സർക്കാർ ഉദ്യോഗം മുതൽ പല തൊഴിലുകളിൽ ഏർപ്പെടുന്നവരായിരിക്കുമല്ലോ ഇപ്പോൾ. അല്ലെങ്കിൽ ഒരു ആദിവാസി ഗോത്രത്തിൻ്റെ ജീവിതചര്യയൊന്നും ഇപ്പോൾ ആരും പുലർത്തുന്നുണ്ടാവില്ലല്ലോ. അങ്ങനെയും നമുക്ക് പറയാൻ കഴിയില്ല. നമ്മുടേതായ ഒരു ശൈലിയിൽ ജീവിക്കുന്ന ചില മേഖലകളുണ്ട്, ഊരുകളുണ്ട്. അതാത് പ്രദേശത്തുള്ള തൊഴിലിനെ ആശ്രയിച്ച് അല്ലെങ്കിൽ കുറച്ചും കൂടെ വികസന പാതയിൽ അല്ലെങ്കിൽ പശ്ചാത്തലം വീടിൻ്റെ സാഹചര്യം കുറച്ചും കൂടെ മെച്ചപ്പെടുത്തി ജീവിക്കുന്ന ചില ഊരുകളും ഉണ്ട്. പൊതുവേ മന്നാൻ സമുദായത്തിൻ്റെ തൊഴിൽ എന്താണ് ശരിക്കും?
അങ്ങനെ തൊഴിലായിട്ട് നമുക്ക് വ്യാഖ്യാനിക്കാൻ കഴിയില്ല. മുൻകാലങ്ങളിൽ ചെയ്തിരുന്നത് പരമ്പരാഗതമായ കൃഷികൾ തന്നെ ചെയ്തിരുന്നു. അതോടൊപ്പം കൃഷി ചെയ്തതിന് ശേഷം ഇവർ പിന്നെ വനത്തെ ആശ്രയിച്ചുകൊണ്ട് വനവിഭവങ്ങളും കൂടെ ശേഖരിച്ചുകൊണ്ടായിരുന്നു അവരുടെ ജീവിതം നയിച്ചിരുന്നത്. കൂടുതലും കാട്ടിനുള്ളിലാണല്ലോ ഇവർ ആ ഒരു കാലഘട്ടത്തിൽ താമസിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ ഈ രണ്ടും അവർക്ക് ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നു. അങ്ങനെ തന്നെയായിരുന്നു ജീവിച്ചിരുന്നത്. വനവിഭവങ്ങൾ എന്ന് പറഞ്ഞാൽ തേൻ അങ്ങനെയൊക്കെ ഉള്ളതാണോ? അതെ, കാട്ടുതേന്, കുറുന്തൊട്ടി, ഇങ്ങനെ മറ്റിതര പച്ചമരുന്നിന് ആവശ്യമായ മൂവില, അങ്ങനെയെല്ലാം ഉള്ള ഒരുപാട് വനവിഭവങ്ങൾ, പിന്നെ മത്സ്യബന്ധനം, ഇങ്ങനെയെല്ലാം ഉള്ള നിരവധി വനവിഭവങ്ങൾ ശേഖരിച്ച് തന്നെയായിരുന്നു നമ്മുടെ ആളുകൾ ജീവിച്ചിരുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടേതായ ചികിത്സാ വിധികൾ, ഇപ്പം ആദിവാസി ചികിത്സ എന്നൊക്കെ പറയുന്ന പ്രത്യേക ശ്രദ്ധ ആകർഷിക്കുന്ന ചികിത്സകളുണ്ടല്ലോ, അതെ, അതൊക്കെ ഇപ്പോഴും നിലനിന്ന് പോരുന്നുണ്ടോ? ഇപ്പോഴും ഉണ്ട്, വ്യാപകമായിട്ടല്ല എങ്കിലും അതിനെക്കുറിച്ച് അറിയാവുന്ന വിരളമായ ആളുകൾ ഇപ്പോഴും നമ്മുടെ ഇടയിലുണ്ട്. അവരെ നമ്മുടെ ആളുകളോ മറ്റിതര സമൂഹങ്ങളോ ഡിപ്പെൻഡ് ചെയ്യുന്നത്, അവരെ ആശ്രയിക്കുന്നത് ഇപ്പം കുറവാണ്. അത് സംരക്ഷിച്ചു നിർത്താനുള്ള ആഗ്രഹങ്ങളുണ്ട്. അതിനുള്ള നീക്കങ്ങളുടെ ഒരു ഭാഗത്താണ് ഞങ്ങൾ. അപ്പം അതിന് ഇവരെ ഡിപ്പെൻഡ് ചെയ്യുക എന്നുള്ളതാണ്. ആളുകൾ ഇവരെ അന്വേഷിച്ച് പോകുന്നത് വളരെ കുറഞ്ഞു. അപ്പോൾ ഇത് അന്യം നിന്ന് പോകാനുള്ള സാധ്യത വളരെ കൂടുതലല്ലേ? തീർച്ചയായിട്ടും അന്യം നിന്ന് പോകാനുള്ള സാധ്യതയാണ് കൂടുതലും. കാരണം ഇത് നേരാവണ്ണം ഈ അറിയുന്നവരും അടുത്ത തലമുറയ്ക്ക് കൈമാറി കൊടുക്കുന്നതിൻ്റെ ഒരു പോരായ്മയുണ്ട്. ഇങ്ങനൊരു രാജാവ് ഈ സമുദായത്തിൽ ഉള്ളത് കൊണ്ട് എന്താണ് സമുദായത്തിനുണ്ടാകുന്ന ഒരു നേട്ടം? അതായത് ഇത് ഈ മന്നാൻ സമുദായത്തിൻ്റെ ആചാരത്തോടും വിശ്വാസത്തോടും ഇണചേർന്ന ഒരു സംവിധാനം. അത് രാജാവെന്ന് മാത്രമല്ല, രാജാവിൻ്റെ കീഴിൽ ഒരുപാട് ഭരണാധികാരികളുണ്ട്. എല്ലാവരും തന്നെ, ഈ ഭരണാധികാരികളെല്ലാം തന്നെ ഈ സമുദായത്തിൻ്റെ ഒരു ഭാഗമാണ്. അതായത് ഞാൻ കുറച്ചു മുമ്പ് പറഞ്ഞതുപോലെ മന്നാൻ സമുദായത്തിൻ്റെ ഉള്ളിൽ തന്നെ ഒരുപാട് ഉപജാതികളുണ്ട്. അപ്പോൾ അതിലെ ഒരു വിഭാഗത്തിൻ്റെ, ഒരു ഉപജാതിയുടെ തലവനാണ് രാജാവ്. അപ്പോൾ ഈ സമൂഹത്തിൻ്റെയും മൊത്തത്തിലുള്ള തലവനായും കൂടെ കണക്കാക്കപ്പെടുന്നു. അതുപോലെ തന്നെ രാജാവിൻ്റെ കീഴിലുള്ള ഉപരാജാക്കന്മാരുണ്ടാവും, ഇളയരാജാവുണ്ടാവും, മന്ത്രിമാരുണ്ടാവും, ചില വാത്തി എന്ന് പറയുന്ന സ്ഥാനം കൈകാര്യം ചെയ്യുന്നവരുണ്ട്, പൊന്നുപൂജാരി എന്ന് പറയുന്ന സ്ഥാനം കൈകാര്യം ചെയ്യുന്നവരുണ്ട്. അപ്പോൾ ഇവരെല്ലാം ഓരോ ഉപജാതിയുടെയും തലവന്മാരായിരിക്കും. അപ്പം ആ തലവൻ്റെ കീഴിലുള്ള ഉപജാതികളെല്ലാം ഇവരുടെ കീഴിലെ അണികളാണ്. അപ്പോൾ ഇവരെല്ലാം സ്വാഭാവികമായിട്ടും ഇതിൻ്റെ എല്ലാം തലപ്പത്തിരിക്കുന്ന രാജാവിൻ്റെയും കൂടെ കീഴിൽ വരുന്ന പ്രജകളാണ്. അപ്പോൾ എത്ര ഉപരാജാക്കന്മാരുണ്ടാവും ഇതിനകത്ത്? മന്നാൻ സമുദായത്തിൽ 4 ഉപരാജാക്കന്മാരാണുള്ളത്. 4 ദിശകളെ കേന്ദ്രീകരിച്ചായിരിക്കും അവരുടെ അധികാരവും അവരുടെ അധികാര പരിധിയും. തെക്ക്, വടക്ക്, പടിഞ്ഞാറ്, കിഴക്ക്, ഇങ്ങനെ 4 ദേശങ്ങൾക്കായിട്ട് 4 ഉപരാജാക്കന്മാരുണ്ട്. അവരെ കൂടാതെ തന്നെ ഇളയരാജാവ് എന്ന് പറയുന്ന ഒരു, അതാരാണത്? അതെൻ്റെ കീഴിൽ തന്നെയുള്ള. ഈ ഇളയരാജാവിൻ്റെ ജോലി എന്താ ശരിക്കും? രാജാവിനെ അസിസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മുടെ രാജാവിന് പോകാൻ കഴിയാത്ത സ്ഥലങ്ങളിലേക്കോ രാജാവ് പറഞ്ഞേൽപ്പിക്കുന്ന ഉത്തരവാദിത്തങ്ങളോ മുറ പോലെ നിറവേറ്റാനുള്ള ഒരു കർത്തവ്യം കൈകാര്യം ചെയ്യുന്ന ആളാണ് ഇളയരാജാവ്. പിന്നെ മന്ത്രിമാരുണ്ടോ? മന്ത്രിമാരുമുണ്ട്. അവർക്കും പ്രത്യേകിച്ച് ഉത്തരവാദിത്തങ്ങളുണ്ടോ, നിർവഹിച്ചിട്ടുണ്ടോ? അതോ ഒരു പേരിനുള്ളൊരു സ്ഥാനം മാത്രമാണോ അത്? അല്ല, ഏറ്റവും കൂടുതലും മന്ത്രിമാർക്കാണ് ഈ ഒരു ഭരണഘടനയിൽ അല്ലെങ്കിൽ ഈ ഒരു സംവിധാനത്തിൽ ഏറ്റവും കൂടുതൽ അധികാരവും പ്രവർത്തിക്കേണ്ടതും അവരാണ്. മന്ത്രിമാർ പ്രധാനമായി 9 മന്ത്രിമാരുണ്ടാവും. 9 മന്ത്രിമാരായിരിക്കും ഈ 1000 പെരുങ്കുടയിലുള്ള പ്രവർത്തനങ്ങളെ നടത്തി രാജാവിനെ സന്തോഷിപ്പിക്കുക. അതായത് ഈ നിയമവും ചട്ടവും എല്ലാം നടപ്പിലാക്കാൻ വേണ്ടി അധികാരപ്പെട്ട ഉത്തരവാദിത്തപ്പെട്ട ആളുകളാണ് ഈ 9 മന്ത്രിമാർ. അവരായിരിക്കും ഇതിനുള്ളിൽ നടക്കുന്ന ഏതൊരു തെറ്റുകുറ്റങ്ങൾക്കും കർത്തവ്യങ്ങൾക്കും ഉത്തരവാദികൾ. അപ്പോൾ അതിനെ മുറപോലെ ചെയ്യാതെ വരുമ്പം ചോദ്യം ചെയ്യാനും അതിനെ നേരാവണ്ണം നടപ്പിലാക്കുവാനും ഉള്ള നിർദ്ദേശമെല്ലാം കൊടുക്കുന്നതായിരിക്കും രാജാവിൻ്റെ ഉത്തരവാദിത്വം. മന്ത്രിമാർ ഭരണം നിർവഹിക്കുമ്പോൾ ഈ പ്രജകൾ എന്ന് വേണേൽ പറയാവുന്ന സമൂഹം, അവർ ഇത് അംഗീകരിക്കുകയും അതനുസരിച്ച് ഇപ്പോഴും കൃത്യമായി നിഷ്ഠയോടുകൂടി പോവുകയും ചെയ്യുന്നുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആചാരത്തോടും വിശ്വാസത്തോടും ഇണചേർന്നത് കൊണ്ട് തന്നെ ഓരോ ഉപജാതിയിലും പെട്ട തലവന്മാർക്കെല്ലാം ഓരോരോ ആരാധനാമൂർത്തി ആരാധിക്കാനുള്ള, കുടുംബക്ഷേത്രങ്ങളായി വെച്ചുകൊണ്ട് ആരാധിക്കാനുള്ള അവകാശമുണ്ടാവും. ഓരോ കുടിയിലും അങ്ങനെയുണ്ടോ? ഉണ്ടാവും. അപ്പോൾ ഇതെല്ലാം നൽകിയിരിക്കുന്നത് രാജാവിൻ്റെ അല്ലെങ്കിൽ രാജാവ് നൽകിയിരിക്കുന്ന അധികാരങ്ങളാണ് എന്നാണ് വിലയിരുത്തൽ. അപ്പോൾ രാജാവിനായിട്ടൊരു കുടുംബ ക്ഷേത്രം ഉണ്ടാവും. ആ ക്ഷേത്രത്തിൻ്റെ ദേവി എന്നുള്ളത് ആദിപരാശക്തിയാണ്. അപ്പോൾ ഈ ആദിപരാശക്തിയിൽ നിന്നാണ് ഇതെല്ലാം രൂപപ്പെട്ടതായി കണക്കാക്കപ്പെടുന്നത്. അതായത് മറ്റിതര ദൈവങ്ങളെല്ലാം ഉണ്ടായതും അവർക്ക് ഭരിക്കാനുള്ള അവകാശം കൊടുത്തതായുമെല്ലാം ഉള്ള വിശ്വാസം ഞങ്ങളുടെ ഇടയിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരെല്ലാം ഈ രാജാവിനെയും ഈ ആദിപരാശക്തി എന്ന ആ സങ്കല്പത്തെയും
ബഹുമാനിച്ചും ആദരിച്ചും വേണം നിൽക്കാൻ. അതുകൊണ്ട് തന്നെ ഒരു യൂണിറ്റി ഇതിനകത്തുണ്ടാവും. അപ്പോൾ ഈ മന്നാൻ സമുദായത്തിലെ എല്ലാവരിലേക്കും ഈ രാജാവിൻ്റെ കൽപ്പനകൾ അല്ലെങ്കിൽ തീരുമാനങ്ങൾ അല്ലെങ്കിൽ ഈ പറഞ്ഞ ചിട്ടകൾ, നിഷ്ഠകൾ, ഈ അനുഷ്ഠാനങ്ങൾ ഇതൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ് പൊതുവെ? ഈ സമുദായത്തിൽ പരക്കെ ഇത് അറിയപ്പെടണമല്ലോ. അതെ, ഇങ്ങനെയുള്ള തീരുമാനങ്ങൾ അല്ലെങ്കിൽ നമ്മൾ പരമ്പരാഗതമായി പുലർത്തിപ്പോരുന്ന നിഷ്ഠകൾ തുടരേണ്ടതിൻ്റെ ആവശ്യകത, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ എങ്ങനെയാണ് നടക്കുന്നത്? അതായത് മുൻകാലങ്ങളിൽ ചെയ്തിരുന്നത് രാജാവിൻ്റെ നിർദ്ദേശങ്ങളോ അഭിപ്രായങ്ങളോ ഈ ഉപരാജാക്കന്മാരുമായോ അല്ലെങ്കിൽ മന്ത്രിമാരുമായിട്ടോ ആയിരിക്കും ഇതിനെക്കുറിച്ച് സംസാരിക്കുക. അപ്പോൾ ഈ ആശയങ്ങളും മറ്റ് നിയമങ്ങളും ചട്ടങ്ങളെല്ലാം അവരിലൂടെ ആയിരിക്കും ജനങ്ങളിലേക്ക് എത്തുക. അപ്പോൾ അവരൊക്കെ ഓരോ കുടിയേയും റെപ്രസെന്റ് ചെയ്യുന്നവരായിരിക്കും. ഓരോ ഊരിനും ഓരോരോ തലവനുണ്ടാവും. അപ്പം 35ഓളം വരുന്ന ഉപജാതിയാണ് ഉള്ളത് ഈ സമുദായത്തിൽ. അപ്പോൾ ഈ 35ഓളം വരുന്ന ഉപജാതികൾക്ക് 42ഓളം വരുന്ന നാടുകളായി ഇതിനുള്ളിൽ തന്നെ ചെറിയ ചെറിയ നാടുകളായി വിഭജിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ 42ഓളം വരുന്ന നാടിനും ഓരോരോ തലവനുണ്ടാവും. അതെല്ലാം ഈ രാജാവിൻ്റെ കീഴിൽ തന്നെ ആയിരിക്കും. അപ്പോൾ ആ ദേശത്തുള്ള ആളുകൾ, അവിടെ താമസിക്കുന്ന ആളുകൾക്കുള്ള നിർദ്ദേശവും അവർക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കാൻ അതാത് പ്രദേശത്തുള്ള ഉത്തരവാദിത്തപ്പെട്ട മന്ത്രിമാരോ അല്ലെങ്കിൽ ഉപരാജാവോ ഉണ്ടാവും. ഉപരാജാക്കന്മാർ തമ്മിലും അല്ലെങ്കിൽ മന്ത്രിമാർ തമ്മിലും ഒക്കെ ഉണ്ടാകുന്ന തർക്കങ്ങൾ അല്ലെങ്കിൽ അനുസരിക്കാനുള്ള വിമുഖത, ഇത്തരമൊക്കെ പ്രശ്നങ്ങൾ വന്നാൽ രാജാവ് ഇടപെട്ട് അത് അന്തിമമായ ഒരു തീരുമാനം കൽപ്പിക്കുകയാണ് ചെയ്യുക. അതെ, അങ്ങനെ ഒരു രീതികൾ ഈ ഒരു സിസ്റ്റത്തിലുണ്ട്. അതായത് ഇപ്പം ഒരു പ്രദേശത്ത് ഞാൻ കഴിയുന്ന ഇടത്താണെങ്കിൽ എനിക്ക് തന്നെ അന്തിമമായി അതിലിടപെടാം. അതേസമയം വേറൊരു ഊരിലാണ് തർക്കങ്ങളോ പ്രശ്നങ്ങളോ ഉള്ളതെങ്കിൽ അതൊരു ഉദാഹരണത്തിന് ഒരു കുടുംബ വഴക്കാണെങ്കിൽ അത് അവിടെ തന്നെ ഉള്ള തലവനായിരിക്കണം. അതായത് അവിടെ മന്ത്രിയാവാം, ഇല്ലെങ്കിൽ ഉപരാജാവാം. അവിടെ ആരാണോ ആ ദേശത്തെ പ്രധാനി, ആ പ്രധാനി ആയിരിക്കണം ആ കാര്യത്തിൽ ഇടപെട്ട് തീരുമാനം ഉണ്ടാക്കേണ്ടത്. അതിനപ്പുറം അവരാൽ പറഞ്ഞു തീർക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം വരുമ്പോൾ മാത്രമായിരിക്കും അവർ രാജാവിനെ സമീപിക്കുക. അപ്പോൾ രാജാവിനെ അവർ വീട്ടിൽ വന്ന് അവരുടെ ദേശത്തേക്ക് കൊണ്ടുപോകും. അങ്ങനെ കൊണ്ടുപോയി അവിടെ ആ പ്രധാനിയുടെ വീട്ടിൽ വെച്ച് തന്നെ വീണ്ടും ഈ ഒരു വിഷയത്തെക്കുറിച്ച് സംസാരിക്കുകയും അതിൽ വാദിയുടെയും പ്രതിയുടെയും എല്ലാം അവർക്ക് പറയാനുള്ളതെല്ലാം കേട്ടതിന് ശേഷം ഉത്തമമായ ഒരു തീരുമാനം രാജാവ് പ്രഖ്യാപിക്കും. അത് അന്തിമമായി ഉൾക്കൊള്ളണം എന്നതാണ് ഈ സമുദായത്തിൻ്റെ ഒരു കീഴ്വഴക്കം. ആ കീഴ്വഴക്കം ഇപ്പോഴും തുടർന്നു പോരുകയാണ് കൃത്യമായിട്ട്, അല്ലേ? 13 വർഷം മുമ്പ് അധികാരം ഏൽക്കുമ്പോൾ ഈ പട്ടാഭിഷേകം അല്ലെങ്കിൽ രാജാവായിട്ട് വാഴിക്കുന്ന ചടങ്ങൊക്കെ എങ്ങനെയാണ്? എന്നെ രാജാവായി വാഴിക്കുമ്പോൾ അതിനായിട്ടൊരു ദിവസം എന്തായാലും തിരഞ്ഞെടുക്കും. ആ ദിവസം തിരഞ്ഞെടുക്കുന്നതിന് പ്രത്യേകത എന്ന് വെച്ചാൽ ഉത്സവത്തോടനുബന്ധിച്ച് തന്നെ ആയിരിക്കും. എവിടുത്തെ ഉത്സവമാണിത്? നമ്മുടെ കോവിൽമലയിൽ നടക്കുന്ന ഉത്സവമുണ്ട്. ആദിപരാശക്തിനെ മുത്തിയമ്മ എന്നൊരു സങ്കല്പത്തിലാണ് ഞങ്ങൾ ആരാധിക്കുന്നത്. അപ്പോൾ ഈ ദേവിയുടെ ക്ഷേത്രാങ്കണത്ത് നടക്കുന്ന മഹോത്സവം ഉണ്ടാവും. ഈ ഇടയ്ക്കൊന്ന് ചോദിച്ചോട്ടെ, ഈ കോവിൽമല എന്ന് പറയുന്നത് ഇടുക്കി ജില്ലയുടെ ഏത് ഭാഗത്തായിട്ടാണ് വരുന്നത്? കോവിൽമല എന്നുള്ളത് ഇടുക്കി ജില്ലയിൽ അയ്യപ്പൻകോവിലിനടുത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു പ്രദേശം. അയ്യപ്പൻകോവിൽ എന്നുള്ളത് പുരാതന അയ്യപ്പൻ്റെ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന, അതും ആദിവാസി ഗോത്രങ്ങളുടെ ക്ഷേത്രമായിരുന്നു. ഞങ്ങളുടെ തന്നെ ഉടമസ്ഥ അല്ലെങ്കിൽ ഞങ്ങളുടെ തന്നെ മന്നാൻ വിഭാഗത്തിൻ്റെ ഞങ്ങളുടെ ഇടയിൽ തന്നെ ഉണ്ടായിരുന്ന ഒരു ക്ഷേത്രമാണ്. നിലവിൽ അത് വിശ്വ ഹിന്ദു പരിഷത്തിന് അതിന് നടത്തിപ്പവകാശം കൊടുത്തിരിക്കുന്നു. ശരി. കോവിൽമലയിൽ ഈ ക്ഷേത്രം ഇപ്പോൾ ഉള്ള ഈ ആദിപരാശക്തി ക്ഷേത്രം, അങ്ങനെ ഒരു ക്ഷേത്രം ഉണ്ടോ അവിടെ? ഉണ്ട്. ആ ക്ഷേത്രം ഇപ്പം മന്നാൻ സമുദായത്തിന്റെ കയ്യിലാണ്, അല്ലേ? അവിടെയാണോ, അവിടെ വെച്ചാണോ ഈ അധികാരം ഏൽക്കലൊക്കെ നടക്കുന്നത്? രാജാവിന്റെ വസതി വെച്ച് തന്നെ ആയിരിക്കും. ക്ഷേത്രവും ഈ കൊട്ടാരവും അടുത്തടുത്ത് തന്നെയാണ്. അപ്പോൾ ഈ ക്ഷേത്രാങ്കണത്തിൽ സ്ഥിതി ചെയ്യുന്ന കൊട്ടാരമായതുകൊണ്ട് തന്നെ അവിടെ വെച്ച് തന്നെ ആയിരിക്കും ഈ സ്ഥാനാരോഹണ ചടങ്ങുകളെല്ലാം നടക്കുക. അപ്പോൾ ഈ വീടിനുള്ളിൽ തന്നെ അതിനെ സെപ്പറേറ്റ് ആയിട്ട് ഒരു ചെറിയൊരു ഹോൾ ഉണ്ടാവും. ആ ഹോളിന് അകത്ത് 3 കട്ടിലുണ്ടാവും. കട്ടിലെന്ന് പറയുമ്പോഴത്തേനും അതിന് ഞങ്ങൾ കോയ്മക്കട്ടിൽ എന്നാണ് പറയുന്നത്. ആ കട്ടിലിൽ രാജാവിനെ അമർത്തുവാണെങ്കിൽ സ്ഥാനാരോഹണം ചെയ്തതായി കണക്കാക്കപ്പെടും. അപ്പോൾ ആ കട്ടിലിന് ഒരു ദൈവികമായ കാഴ്ചപ്പാടും കൂടെ നമ്മൾ കൊടുക്കും. ഈ സമൂഹം അങ്ങനെ ഒരു വിശ്വാസത്തിലും കൂടാണ് ആ കട്ടിലിനെ കാണുന്നത്. അതായത് 3 കട്ടിലിൽ പ്രധാനമായ ഒരു കട്ടിൽ, രാജാവിനെ അമർത്തേണ്ട കട്ടിലുണ്ടാവും. ആ കട്ടിലിൽ ഈ ആദിപരാശക്തിയുടെ ഇരിപ്പിടം എന്ന ഒരു സങ്കല്പം, ആ ഒരു സിംഹാസനം എന്ന കാഴ്ചപ്പാട്. അപ്പോൾ അതിൽ രാജാവിന് മാത്രമേ അമർത്താൻ കഴിയൂ, അല്ലെങ്കിൽ ഉപരാജാക്കന്മാരെയും കൂടെ അതിലമർത്താം. എല്ലാവർക്കും അതിൽ കയറി ഇരിക്കാനുള്ള അവകാശം ഉണ്ടാവില്ല. അതുപോലെ തന്നെ രണ്ടാമത്തെ കട്ടിൽ ധർമ്മശാസ്താവിൻ്റെ അല്ലെങ്കിൽ അയ്യപ്പൻകോവിലുള്ള അയ്യപ്പൻ്റെ ഇരിപ്പിടമാണ്, സിംഹാസനമാണെന്നൊരു കാഴ്ചപ്പാട്. അതിൽ ഇളയരാജാവും അതിലും
ചുരുക്കം ചില മന്ത്രിമാരെയും അതിലമർത്താം. മൂന്നാമത് ഉള്ള കട്ടിൽ മന്ത്രിമാർക്കുള്ള കട്ടിലായിരിക്കും. അതിൽ പ്രത്യേകമായി ഇരിക്കേണ്ട മന്ത്രിമാരുണ്ടാവും. അവരെ മാത്രമേ അതിലും അമർത്താൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇങ്ങനെയാണ് ഈ ഒരു സ്ഥാനപൂർണ്ണ ചടങ്ങ് നടക്കുന്നത്. എന്നെ രാജാവായി വാഴിക്കുന്ന വേളയിൽ രാവിലെ തന്നെ രാജാവാകാൻ തിരഞ്ഞെടുക്കുന്ന ആളെ അന്ന് രാവിലെ തന്നെ വേണ്ടപ്പെട്ട ഒരു മന്ത്രി ഉണ്ടാവും. ഇടാടൻ എന്നാണ് ആ മന്ത്രിയുടെ സ്ഥാനപ്പേര്. അദ്ദേഹം ഈ രാജാവിനെ കുളിപ്പിക്കുക, വസ്ത്രധാരണം, ഒരു ദാസനെ പോലെ രാജാവിനെ പരിചരിച്ച് എല്ലാം വേഷവിധാനമെല്ലാം അണിയിച്ച് ഈ കട്ടിലിൻ്റെ അടുത്തേക്ക് കൊണ്ടുവരണം. അപ്പം ബാക്കിയുള്ള മന്ത്രിമാർ, മറ്റിതര ഭരണാധികാരികൾ, പൊതുജനങ്ങൾ എല്ലാവർക്കും അതിനകത്ത് ഈ ഒരു സ്ഥാനപൂർണ്ണ ചടങ്ങ് കാണാനുള്ള അവസരം ഉണ്ടാവും, അതിൽ പങ്കെടുക്കാനുള്ള അവസരം ഉണ്ടാവും. നിയുക്തനായി ഈ രാജാവിനെ അവിടെ കൊണ്ടുവരികയും ഈ ദാസൻ തന്നെ കൈപിടിച്ച് ആ കട്ടിൽ അമർത്തും. എന്നിട്ട് ഇങ്ങനെയുള്ള തലപ്പാവ, ഈ ഒരു രാജകീയമായ വേഷമെല്ലാം അണിയിച്ചു കൊടുക്കും. അങ്ങനെ നമ്മളെ ആ കട്ടിലിൽ ഇരുത്തുന്നതോടൊപ്പം അമരുന്നതോടൊപ്പം നമ്മൾ രാജാവായി എന്നൊരു വിലയിരുത്തലും വിശ്വാസവും സമൂഹത്തിനുണ്ടാവും. അങ്ങനെ അവിടെ കൂടിയ ആളുകളെല്ലാം രാജാവിൻ്റെ കാലെ തൊട്ട് അനുഗ്രഹം വാങ്ങി ഞങ്ങളുടെ ഇടയിലുള്ള ഒരു കലാരൂപമുണ്ട്, കൂത്തുപാട്ട് എന്ന് പറയുന്നൊരു കലാരൂപം. ആ കലാരൂപം ചെറുതായിട്ട് അവിടെ ഒന്ന് അവതരിപ്പിക്കും. എന്നിട്ട് വേണ്ടപ്പെട്ട ഏതെങ്കിലും ഒരു ഭരണാധികാരി ഇന്നു മുതൽ ഇതാണ് നമ്മുടെ രാജാവ്, എല്ലാവരും രാജാവിനെ ആദരിച്ചും ബഹുമാനിച്ചും ഇനി മുതൽ കഴിയണം എന്ന ഒരു പ്രഖ്യാപനം നടത്തും. അങ്ങനെ അവിടെ കൂടിയ ജനങ്ങളെല്ലാം ഇതിനെ രാജാവിനെ വന്ദിച്ചുകൊണ്ട് അവിടെ നിന്നും അന്ന് ഇപ്പം ഉത്സവം കൂടെ ആകുമ്പം എല്ലാവരും ആ ഉത്സവത്തിൻ്റെ ബാക്കി മറ്റിതര ചടങ്ങുകളിലും പരിപാടികളിലും പങ്കെടുത്തിട്ടായിരിക്കും പോവുക. ഈ ഉത്സവത്തോടനുബന്ധിച്ച് മാത്രമേ ഈ കിരീടധാരണം അല്ലെങ്കിൽ ഈ രാജാവിനെ വാഴിക്കുന്ന ചടങ്ങ് നടക്കുള്ളൂ? അല്ല, അങ്ങനെ തന്നെ ആവണമെന്നില്ല. ഇല്ല. ഇതിനു മുൻപ് ഞങ്ങളുടെ അമ്മാവൻ്റെ കാലഘട്ടത്ത് അമ്മാവൻ രാജാവാകുന്നത് അതിന് മുമ്പിരുന്ന രാജാവിൻ്റെ മരണശേഷം ആ രാജാവിനെ അടക്കുന്നതിന് തൊട്ട് മുമ്പായിരുന്നു സ്ഥാനപൂർണ്ണ ചടങ്ങ് നടന്നത്. പക്ഷേ ഇത്രയ്ക്കും എന്താ പറയുക, കുറച്ചും കൂടെ ആധികാരികമായ ഒരു ചടങ്ങല്ല. അപ്പോഴത്തെ ആ ഒരു വേദിയിൽ നടക്കേണ്ട രീതിയിലുള്ള ഒരു സ്ഥാനോകരണമായിരുന്നു. അന്ന് അദ്ദേഹത്തിന് ഒരു വെളിച്ചപ്പാട് ഉണ്ടാവുകയും ആ വെളിച്ചപ്പാട് തുള്ളി മരണപ്പെട്ട രാജാവിൻ്റെ ആത്മാവ് അദ്ദേഹത്തിൻ്റെ ദേഹത്ത് വന്ന് ചില നിർദ്ദേശങ്ങളും മറ്റുമെല്ലാം പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ അമ്മാവനെ രാജാവായി അന്ന് കണക്കാക്കുകയും ഇതുപോലെ തന്നെ വെളിച്ചപ്പാട് തുള്ളി ആ കട്ടിലിനുള്ളിൽ അവിടെ ഉണ്ടായിരുന്ന കട്ടിലിൻ്റെ മുകളിൽ ചെന്ന് അമ്മാവൻ സ്വയമേ കയറി ഇരിക്കുമായിരുന്നു വെളിച്ചപ്പാട് തുള്ളി. അപ്പം അങ്ങനെ ഒരു ദൈവികമായൊരു കാഴ്ചപ്പാട് ആ ഒരു സമയത്ത് പ്രകടമായതുകൊണ്ട് തന്നെ ആളുകൾ ആ തലത്തിൽ അമ്മാവനെ അംഗീകരിച്ചുകൊണ്ട് രാജാവായി മനസ്സിലാക്കി ബഹുമാനിച്ച് പിന്നെ അത് അങ്ങനെ തുടർന്ന് വരുമായിരുന്നു. എന്നെ സംബന്ധിച്ച് മുൻ രാജാവ് മരിച്ച് ഒരു 2 മാസത്തെ ഇടവേള ഉണ്ടായിരുന്നു. അതിന് കാരണം വലിയ പ്രായമില്ലാത്ത ഒരാൾ പെട്ടെന്ന് മരണപ്പെട്ടതിൻ്റെ അദ്ദേഹം വിവാഹിതനായിരുന്നു. അങ്ങനെ ഒരു പ്രശ്നം. പിന്നെ കുടുംബത്തിന് പലവിധ ദൈവികമായ ചില കോപങ്ങളും കുഴപ്പങ്ങളും ഉണ്ടെന്ന ചില അതിൻ്റെ പൂജാവിധികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെയെല്ലാം ഉള്ള പ്രശ്നങ്ങളെ പരിഹരിച്ചു കൊണ്ടാവണം അടുത്ത രാജാവിനെ വാഴിക്കുക എന്നൊരു തീരുമാനമുണ്ടായിരുന്നു. അങ്ങനെയാണ് ഒരു 2 മാസത്തിൻ്റെ ഗ്യാപ്പ് ഉണ്ടായിരുന്നത്. ഈ മരണാനന്തര ചടങ്ങുകളൊക്കെ എങ്ങനെയാണ്? ഒരു രാജാവ് മരണപ്പെട്ട് കഴിഞ്ഞാൽ രാജാവ് ആയാലും മന്നാൻ സമുദായത്തിലെ മറ്റിതര ആളുകൾ മരണപ്പെട്ടാലും നടക്കുന്ന ചടങ്ങുകളെല്ലാം ഏകദേശം ഒരുപോലെ തന്നെ ആയിരിക്കും. ഒരു വ്യക്തി മരിച്ചു കഴിയുമ്പോൾ, ഉദാഹരണത്തിന് ഒരു ഭർത്താവ് മരണപ്പെട്ട് കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ മരിച്ചടക്കിന് മുമ്പ് തന്നെ മക്കളെ കൊണ്ടോ കുടുംബാംഗങ്ങളെ കൊണ്ടെല്ലാം കാല് തൊട്ട് അനുഗ്രഹം വാങ്ങുന്ന ഒരു ചടങ്ങ് നടക്കും. അതിനുശേഷം അടക്കാനുള്ള സ്ഥലത്തേക്ക് കൊണ്ടുപോയി അടക്കിയതിനു ശേഷം ഭൂമിയിൽ സംസ്കരിക്കുകയാണ് സംസ്കാര വേദിയിലേക്ക് കൊണ്ടുപോയി അവിടെ സംസ്കാരം നടത്തിയതിനു ശേഷം പ്രധാനികളെല്ലാം അവിടെ ഉണ്ടാവും. സ്ത്രീകൾ വന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് അതിന് കുറച്ച് നേരം മാത്രം അവർക്ക് സമയം അവിടെ ചിലവാക്കാം. അതിനുശേഷം അവരെ പറഞ്ഞയക്കും. അപ്പം മരണപ്പെട്ട ആളുടെ ഭാര്യയും അവിടെ വരാവുന്നതാണ്. വന്നതിന് ശേഷം അവരെ കൊണ്ടുപോകും, തിരിച്ച് വീട്ടിലേക്ക് കൊണ്ടുപോയി നാത്തുമാർ, മരണപ്പെട്ട ആളുടെ സഹോദരിമാർ കൊണ്ടുപോയി കുളിപ്പിച്ച് അവിടെ വീട്ടിൽ ഇരുത്തും. അപ്പോൾ വേണ്ടപ്പെട്ട പ്രധാനികളെല്ലാം ഈ കുഴിമാടത്തിങ്കെ തിരിയും കത്തിച്ച് മറ്റിതര പ്രാർത്ഥന എന്ന് വെച്ചാൽ, ഇന്നലെ വരെ ഞങ്ങളോടൊപ്പം കഴിഞ്ഞ ഒരു ആളാണ് നീ, ഇന്നു മുതൽ മരണപ്പെട്ട് ദൈവമായി മാറി. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്നു മുതൽ ഞങ്ങളെയും കുടുംബത്തെയും ഭാര്യ എല്ലാവരെയും കാത്തോണം,
ആർക്കും ഒരു ഉപദ്രവം ഇത് ഉണ്ടാവും രാജാവിന്റെ കാര്യത്തിൽ മാത്രമാണോ ഇങ്ങനെ? എല്ലാവരും ദൈവമായിട്ടുള്ള എന്ന സങ്കല്പത്തിലാണ്. അപ്പോൾ അവർ നമ്മുടെ ചുറ്റുപാടിൽ ഉണ്ടാവും, നമുക്കൊരു സംരക്ഷകനായി നിൽക്കും എന്നൊരു ആശയത്തിലാണ് ഇതെല്ലാം പറയുന്നത്. അങ്ങനെ പ്രാർത്ഥനയെല്ലാം നടത്തിയതിനു ശേഷം ഇവരും തിരിച്ച് ആ വീട്ടിലേക്ക് പോകും. അവിടെ ഇവർ ചെല്ലുന്നതിന് മുമ്പ് തന്നെ ഈ മരണപ്പെട്ട ആൾക്ക് വേണ്ടിയുള്ള അയാളെ അനുസ്മരിച്ച് വിളമ്പി വയ്ക്കാനുള്ള ഭക്ഷണം വേറെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ ഉണ്ടാക്കി വയ്ക്കും. അങ്ങനെ ഇവരവിടെ ചെന്നതിന് ശേഷം ഈ ഉണ്ടാക്കി വെച്ചേക്കുന്ന ഭക്ഷണവും മറ്റുമെല്ലാം ഒരു മുറിയിൽ ഈ മരണപ്പെട്ട ആളെ അനുസ്മരിച്ചുകൊണ്ട് വിളമ്പി വയ്ക്കും. അതിൽ രണ്ടില ആണ് വിളമ്പുക സദ്യ. ഒന്ന് ഗണപതിക്കും, മറ്റൊന്ന് മരണപ്പെട്ട ആൾക്കും. അപ്പോൾ ഈ മരണപ്പെട്ട അടക്കിൻ്റെ അന്നാണ് നമ്മൾ ഈ സദ്യ വിളമ്പുന്നതെങ്കിൽ ഗണപതിക്ക് വിളമ്പുന്ന ചോറിൽ കറിയും മറ്റുമെല്ലാം വിളമ്പി വയ്ക്കാം. മരണപ്പെട്ട ആൾക്കുള്ള ഇലയിൽ ചോറ് മാത്രമേ വിളമ്പി വയ്ക്കാൻ പാടുള്ളൂ. അങ്ങനെ വിളമ്പി വെച്ചതിന് ശേഷവും ഒരു പ്രാർത്ഥന നടത്തും. ഇത് തന്നെയാണ്, ഭാര്യയെയും മക്കളെയും കുടുംബത്തെയും ഞങ്ങളെല്ലാവരെയും കാത്തുകൊള്ളണം, ഞങ്ങളെ ആരെയും പീഡിപ്പിക്കരുത്, ഭീഷണിപ്പെടുത്തൽ, ഇങ്ങനെയെല്ലാം ഉള്ള എല്ലാവർക്കും ഒരു അനുഗ്രഹം തന്ന് മാത്രമേ നിലകൊള്ളാവൂ എന്ന് പ്രാർത്ഥിക്കും. അതിനുശേഷം ആ ഇല അവർ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞു എന്ന ഒരു സങ്കല്പത്തിൽ കുറച്ച് നേരം കഴിഞ്ഞതിന് ശേഷം ആ ഇലയെല്ലാം ചോറും മറ്റുമെല്ലാം എടുത്ത് മാറ്റിയതിന് ശേഷം ആ മുറിയിൽ തന്നെ ഒരു പായ് നാത്തുമാർ വിരിച്ചിടും. ഈ മരണപ്പെട്ട ആളുടെ സഹോദരിമാർ ആരെങ്കിലും ആവാം. അവർ ഒരു പായ് വിരിച്ചിട്ടിട്ട് അതിൽ പിന്നെ ഷീറ്റ് വിരിച്ച് ഈ മരണപ്പെട്ട ആളുടെ ഭാര്യനെ അതിലമർത്തും. അതായത് മരണപ്പെട്ട ആളുടെ സാന്നിധ്യം ഇന്നു മുതൽ ഇവിടെ ഉണ്ടാവും എന്നൊരു കാഴ്ചപ്പാട്. അങ്ങനെ മരണപ്പെട്ട ആൾക്കുള്ള ഒരു ഇരിപ്പിടം അല്ലെങ്കിൽ അയാൾക്ക് ഉപയോഗിക്കാനുള്ള ഒരു മുറിയായി എന്ന ഒരു തലത്തിൽ ഇത് ആ മുറി മാറും. അപ്പം ഇയാളെ അനുസ്മരിച്ചു കൊണ്ട് ഈ ഭാര്യ 7 ദിവസവും പിന്നീട് കുളിക്കാൻ പറ്റില്ല. പ്രാഥമിക ആവശ്യങ്ങൾക്ക് മാത്രമേ പുറത്തു പോകാനോ വരാനോ കഴിയുള്ളൂ. അല്ലാത്ത സമയങ്ങളിലെല്ലാം ഈ മുറിക്കകത്ത് തന്നെ ഈ പായിൻ്റെ സമീപത്ത് തന്നെ അവരുടെ സമയം ചെലവാക്കണം. അങ്ങനെ 7 ദിവസം വരെ ഇവരവിടെ തന്നെ ഇരിക്കും. 7ാമത്തെ ദിവസമായിരിക്കും മരണാന്തര ചടങ്ങ് നടത്തുക. ഈ ഭാര്യയ്ക്ക് പക്ഷേ 3 വർഷം വരെ ഈ ഒരു വിധവ എന്ന ഒരു സങ്കല്പത്തിൽ ജീവിക്കണം. 3ാം വർഷമായിരിക്കും ഇവരുടെ പരിപൂർണമായ ഈ മരണാന്തര ചടങ്ങുകൾ തീർക്കുക. അങ്ങനെ 3ാം വർഷം ഇതേ ചടങ്ങ് നടത്തുകയും അവസാനം ഇവരുടെ വിധവ എന്ന സങ്കല്പം അവിടം കൊണ്ട് അവസാനിപ്പിക്കുകയാണ്. അങ്ങനെ ചടങ്ങെല്ലാം നടത്തി സദ്യയെല്ലാം വിളമ്പി വെച്ചതിന് ശേഷം നാത്തുമാർ ഇവർക്ക് പൂവ് അണിയിച്ചു കൊടുക്കും, കുങ്കുമം ചാർത്തി കൊടുക്കും, വളയിട്ട് കൊടുക്കും, മാല അണിയിച്ചു കൊടുക്കും, കമ്മൽ ഇട്ട് കൊടുക്കും. സർവത്ര അലങ്കാര വസ്തുക്കളെല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു സാരി നൽകും അവർക്കായി. അപ്പോൾ ഈ വിധവയായ ഈ സ്ത്രീ അവർക്ക് ഭർത്താവിൻ്റെ വീട്ടുകാർക്ക് പായ ഒരു സമ്മാനമായി കൊടുക്കണം. ഇങ്ങനെയുള്ള ചടങ്ങുകൾ നടത്തി അവരുടെ പരിപൂർണമായ മരണാന്തര ചടങ്ങുകൾ അവസാനിപ്പിച്ച് അന്നത്തോടുകൂടി വിധവ എന്ന ഒരു സങ്കല്പത്തിൽ നിന്ന് അവർക്ക് മുക്തി നൽകും. അതൊരു വലിയ പ്രായമാകാത്ത ഒരു സ്ത്രീയാണെങ്കിൽ അവർക്ക് പുനർവിവാഹം നടത്താം. ഇങ്ങനെയാണ് ഈ മരണാന്തര ചടങ്ങിൽ നടക്കുന്നത്. റിപ്പബ്ലിക് ദിന പരേഡിൽ പങ്കെടുക്കാൻ ഡൽഹിക്ക് പോവുകയുണ്ടായല്ലോ, അതൊരു പ്രത്യേക പരിഗണനയായിരുന്നല്ലോ. നമ്മൾ ഇവിടുന്ന് അവിടെ ചെല്ലുന്നവരെ നമ്മുടെ സ്റ്റേറ്റിൻ്റെ ഒരു അതിഥിയാണ്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ പരിപൂർണമായി കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ തന്നെ പരിചരണത്തിലായിരിക്കും. നമ്മൾ ആഗ്രയിൽ കൊണ്ടുപോയിരുന്നു, കുത്തപ്പിനാർ, ഇങ്ങനെയെല്ലാം. അപ്പോൾ അവിടെയൊക്കെ വേറെ ചില രാജാക്കന്മാർ ഭരിച്ചിരുന്ന കാലം എങ്ങനെയായിരുന്നെന്നും അവരുടെ കൊട്ടാരങ്ങളും സംവിധാനങ്ങളും എങ്ങനെയാണെന്നൊക്കെ കാണാനും പറ്റിയല്ലോ. പറ്റി തീർച്ചയായിട്ടും. രാജാവിന് സമുദായത്തിൽ ഇങ്ങനെ ചില അധികാരങ്ങൾ ഒക്കെ ഉണ്ടെങ്കിൽ കൂടി രാജാവിൻ്റെ വരുമാനം എന്താണ്? നമ്മുടെ നിലങ്ങളിൽ നമ്മൾ കൃഷി കൊണ്ടോ മറ്റോ സമ്പാദിക്കുന്ന വരുമാനം കൊണ്ടാവണം ഇതിൻ്റെ എല്ലാം പ്രവർത്തനം. അതായത് രാജാവ് ജോലി ചെയ്ത് തന്നെ ജീവിക്കണം എന്നാണോ? രാജാവായി സ്ഥാനാരോഹണം ഉണ്ടാവുന്നതിന് മുമ്പ് ഉള്ളൊരു ജീവിതം എവിടെയായിരുന്നു? എൻ്റെ ചെറുപ്പത്തിലൊക്കെ ആണെങ്കിൽ ഞങ്ങൾ വെക്കേഷൻ ടൈമിലെല്ലാം 2 മാസവും കാടിനുള്ളിൽ തന്നെ എല്ലാ കുടുംബസമേതം എല്ലാവരും കാട്ടിൽ ചെന്ന് താമസിക്കുന്ന ഒരു പ്രവണത കുമ്മളിയിലുണ്ടായിരുന്നു. ഏത് ഭാഗത്താണത്? നമ്മുടെ പെരിയാർ ടൈഗർ റിസർവിൻ്റെ അകത്ത് ആണ് ഈ ഒരു പ്രവണത ഉണ്ടായിരുന്നത്. ആ സെറ്റിൽമെൻറ്റിലുള്ള മിക്ക ആളുകളും കുടുംബങ്ങളും ആ ഒരു കാലഘട്ടത്ത് കാട്ടിനുള്ളിൽ തന്നെ ആയിരിക്കും. അച്ഛനോടൊപ്പം തന്നെ മത്സ്യബന്ധനം നടത്താനും അല്ലെങ്കിൽ തേനെടുക്കാനും ഇങ്ങനെ കാട്ടിനുള്ളിലെല്ലാം സഞ്ചരിക്കും. വലിയ മരത്തിലൊക്കെ കയറുമായിരുന്നു. ഈ 2 മാസത്തോളം വനത്തിൽ താമസിക്കുമ്പം മൃഗങ്ങളുമായിട്ട് ഏറ്റുമുട്ടേണ്ട അവസരങ്ങൾ ഉണ്ടാവാറില്ലേ? കാട്ടാന
നമ്മൾ താമസിക്കുന്നതിൻ്റെ പരിസരത്ത് വരും. ഉം. അതിന് കാരണം ആനയുടെ കൂടെ ചെറിയ ആനയും കൂടെ ഉണ്ടെങ്കിൽ ഇതെന്ത് ചെയ്യും, മനുഷ്യരുടെ ഒരു സഹായത്തിനായിരിക്കും അത് വരിക. ഈ ചെറിയ ആനകളെ കടുവയോ മറ്റു പുലികളോ പിടിക്കാനുള്ള സാധ്യത കൂടുതലാണ്. ഏറ്റവും കൂടുതലും മാരകമായ ആക്രമണ ശേഷിയുള്ള ഒരു മൃഗമെന്നുള്ളത് കരടിയാണ്. കരടിയുടെ മുമ്പിൽ ചെന്ന് നമ്മൾ പെട്ടുകഴിഞ്ഞാൽ രക്ഷപ്പെടുക എന്നുള്ളത് വളരെ പ്രയാസമുള്ളൊരു കാര്യമാണ്.